പ്രണയത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഭാവമൊന്നുമില്ല, ലിംഗവ്യത്യാസമൊന്നുമില്ല എന്നൊക്കെ സാഹിത്യ സൃഷ്ടിയിൽ പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായെങ്കിലും മലയാള സിനിമയിൽ അതിൻ്റെ പകർപ്പുകൾ ഈ അടുത്തേ കണ്ടിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അതിൻ്റെ മറ്റൊരു വേർഷനാണ് സീ ഓഫ് ലവ് അഥവാ കടലോളം സ്നേഹം എന്ന സിനിമ സംസാരിക്കുന്നത്. സിനിമയുടെ പ്രധാന താരങ്ങളും സംവിധായകരും ഒക്കെ ചേരുന്നുണ്ട്. നമസ്കാരം. 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 ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊമോഷണൽ ഭാഗമായിട്ട് ഒരു പ്രസ് മീറ്റ് കൊടുത്തതൊക്കെ കണ്ടായിരുന്നു. അത് ഭയങ്കര വിവാദമാവുന്നത് പോലെയും ഒരു വാക്തർക്കുണ്ടാവുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നിയത് അതൊരു പ്രൊമോഷൻ സ്റ്റണ്ടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞതിന് ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നതെങ്കിൽ ഞാൻ എൻ്റെ കാഴ്ചപ്പാട് അതിനെ കുറിച്ച് പറഞ്ഞ ഞാൻ ഒരിക്കലും ഇതിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. സ്വർഗരതിയെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല. ഇല്ലാത്ത ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതാ ഞാൻ പറഞ്ഞുള്ളൂ. അതിന്റെ പിന്നെ അങ്ങനെ ഇതിൽ പെട്ടുപോയ ആളുകളുണ്ട്. അവർക്ക് ജീവിക്കാൻ മറ്റു മാർഗമല്ല, പ്രകൃതിയുടെ ഇതുകൊണ്ടോ അല്ലെങ്കിൽ ജന്മന അങ്ങനെ ആയതുകൊണ്ടോ ഒക്കെ ഉള്ള ആളുകളുണ്ട്. അവരെ ഉപദ്രവിക്കരുത്. അവരുടെ മേൽ മറ്റ് ആരോപണങ്ങൾ ഉണ്ടായിച്ച് അവർക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. അതിന് ചെയ്യുന്നതോട് എനിക്ക് യോജിപ്പില്ല. അവരെ ഉപദ്രവിക്കുകയും അവരെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയും ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളെ ഇത് കൂടുതൽ ഇതിലേക്ക് വരാൻ വേണ്ടി പ്രേരണ ഉണ്ടാവരുത്. അത് ഞാൻ ചോദിക്കുന്നത് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. അതായത് ഇപ്പോൾ ശാസ്ത്രം ഒരുപാട് വളർന്നിരിക്കുന്നു, മാനവികത ഒരുപാട് വികസിച്ചിരിക്കുന്നു. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഇപ്പൊ ഒരാണും ആണും തമ്മിൽ പ്രണയം ഉണ്ടെങ്കിൽ അത് ഭയങ്കര ടാബു ആയ ഒരു കാര്യമല്ല. അല്ലെങ്കിൽ ഒരു പെണ്ണിനും ചിലപ്പോൾ പ്രണയം ഉണ്ടാവും. അത് പ്രകൃതി വിരുദ്ധത അതിലില്ലാന്ന് കാലങ്ങളും പഠനങ്ങളും ഒക്കെ തെളിയിക്കുന്ന LGBT കമ്മ്യൂണിറ്റി ഒക്കെ വരുന്നു. അപ്പൊ അവിടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ 21ാം നൂറ്റാണ്ടില് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇത് എതിർപ്പ് എന്ന് പറയുമ്പോൾ കോട്ടയം രമേശ് സ്വയം പഴഞ്ചനായി മാറുകയല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞാലും എനിക്ക് അതിൽ വിരോധമില്ല. കാരണം എന്താ വെച്ചാൽ സ്വതവേ അത് അങ്ങനെയാണല്ലോ, ഞാനൊരു പഴഞ്ചനാണല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്കതിൽ പരിഭവമോ പരാതിയോ ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇന്നും ഇതിന്റെ അഗാധമായ ഇതിനെക്കുറിച്ച് പഠിക്കാനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടുമില്ല. ഈ ഒരു സിനിമ കാരണം ഇത്രയും സംസാരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എങ്കിൽ പോലും ഈ പറഞ്ഞ പ്രകൃതിക്ക് അനുകൂലമല്ലാത്ത അല്ലെ പ്രകൃതിയിൽ സംഭവിക്കാത്തതായ കാര്യങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടെന്നാണ് പറഞ്ഞത്. ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ അങ്ങനെ ആയി പോയവരുണ്ടാവും. അല്ല, അപ്പൊ ഞാൻ വേറെ ചോദിച്ചോട്ടെ, അറിഞ്ഞോ അറിയാതെയോ ഇപ്പൊ സ്വയം ഇഷ്ടമില്ലാത്ത ഒരു ശാസ്ത്രീയ വശം, ഇഷ്ടമില്ലാത്തൊരു ശാസ്ത്രീയ വശം, അത് ഒരു സിനിമയുടെ ഭാഗമാവുന്നു. നമ്മുടേതല്ലാത്ത കുറ്റം കൊണ്ട് എന്നല്ലേ ഉദ്ദേശിച്ചേ? പൈസ മേടിച്ചിട്ടൊക്കെയാണല്ലോ അഭിനയിക്കുക. അപ്പൊ നമ്മളതിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മള് അതിനെ എൻഡോസ് ചെയ്യല്ലോ, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എൻഡോസ് ചെയ്യല്ലോ. ഞാൻ അതിനെതിരെ നിന്ന ആ മാതാപിതാക്കളുടെ അവസ്ഥ ഉണ്ടല്ലോ, അത് നമ്മൾ ചിന്തിക്കണ്ടേ? ആ സമൂഹത്തിന് നമ്മൾ ചിന്തിക്കണ്ടേ? മറ്റുള്ള ആളുകളെ നമ്മൾ ചിന്തിക്കണ്ടേ? ഇതിനെ എതിർക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടല്ലോ, അവരോട് ചേരുമ്പോഴാണല്ലോ സമൂഹമാകുന്നത്. അപ്പൊ ഞാൻ ആ പക്ഷത്താണെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എന്താണ് അങ്ങനെ ഒരു പിതാവിനുണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും അതറിയാൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് ആഗ്രഹം കാണുമായിരിക്കും. അതിനുവേണ്ടി ഭാഗമായതാണെങ്കിൽ എന്നെ ശിക്ഷിക്കാൻ പറ്റും. ശിക്ഷിക്കാനൊന്നുമില്ല. അല്ല, അതായത് ചോദിച്ചത്. ഞാൻ അങ്ങനെ ആ കഥാപാത്രത്തിന്റെ വിഷമം, വേദന, അതിന് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഈ പറഞ്ഞ നേരെ അതായത് പെൺകുട്ടിയുടെ അച്ഛനായിരിക്കെ ആ പെൺകുട്ടി പറയാണ് എനിക്ക് മറ്റൊരു പെൺകുട്ടിയോടാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ അച്ഛനുണ്ടാവുന്ന മനോവിഷമം അത് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കലയിലൂടെ അല്ലെങ്കിൽ അഭിനയത്തിലൂടെ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരിക്കലും എനിക്കത് ഉൾക്കൊള്ളാൻ പോലും പറ്റത്തില്ല. ഒരിക്കലും ഉൾക്കൊള്ളില്ല. ഇല്ല, എനിക്ക് അതിനോട് അങ്ങനെ ഒരു ഇതില്ല, താല്പര്യമില്ല. അങ്ങനെ ഒരു കാര്യത്തോട് നമ്മൾ അന്വേഷിക്കുന്നത് താല്പര്യം ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള ഒരു കാര്യത്തോട് ഞാൻ അതിനെ അനുകൂലിക്കാതെ അവർക്ക് എന്നെ പ്രോത്സാഹനം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല. ഇത് പിന്നെ മഴവിൽ ക്യാമ്പയിനോടുകളൊക്കെ എതിർപ്പാണ്. ഞാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല. ഇവര് മൊത്തം ഡിനോട്ട് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുണ്ട്, സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, കലാകാരന്മാരായിട്ടുള്ള ആളുകളുണ്ട്, ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരോടൊക്കെ നമുക്ക് വളരെ ലോകം, അവരോട് എനിക്ക് പിണക്കോ വൈരാഗ്യമോ ഒന്നുമില്ല. അവര് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഭാഗം ഞാനും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. ഞാനും അങ്ങനെ അങ്ങോട്ടോട്ട് ഭക്ഷണം പങ്കുവെച്ച് കഴിച്ചിട്ടൊക്കെ ഉണ്ട്. അതിലൊന്നും നമുക്കൊരു എതിർപ്പോ വെറുപ്പോ ഒന്നും ഞാൻ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ വേണ്ട എല്ലാവർക്കും ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു സപ്പോർട്ട് ചെയ്തു തരാം എന്നും പറഞ്ഞ ഒരു സ്ഥാപനമൊന്നും നമ്മൾ നടത്തേണ്ട കാര്യമില്ല. കൊച്ചി മെട്രോ അവർക്ക് ജോലിയൊക്കെ കൊടുത്ത് കുറച്ച് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ ആയിക്കോട്ടെ. സിനിമ എടുക്കരുതെന്നാണ്. പ്രോത്സാഹനമല്ലല്ലോ ഇത്, പ്രോത്സാഹിപ്പിക്കാനല്ലോ സിനിമയിൽ ഉള്ള കഥ. അത് സിനിമ കാണുമ്പോൾ നമുക്ക് അവർക്ക് മനസ്സിലാവും. പ്രോത്സാഹിപ്പിക്കാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്
അങ്ങനെ ആയാൽ അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക എന്നുള്ള ഒരു ഇത് അത് അതിനോട് യോജിപ്പുണ്ട്. പിന്നെ അവരെ കൂടുതൽ നമ്മൾ ഇതെങ്ങനെ പ്രേരിപ്പിച്ച് മൂവ്മെന്റിന്റെ ഭാഗമാവാൻ ഇനിയുള്ളവരൊക്കെ ഇനിയും പിന്നിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഇങ്ങനെ ആകാത്തവരെ ഇങ്ങനെ ആക്കിയെടുക്കണമെന്ന് ഒരിക്കലും വിചാരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, പ്രോത്സാഹിപ്പിക്കുന്നത്. ആകാത്തവരൊരിക്കലും ആക്കി എടുക്കാൻ പറ്റില്ല. അതല്ല, അതൊന്നും പറയാൻ പറ്റുന്നില്ല. പറയാൻ പറ്റത്തില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഗംഭീര പെർഫോമൻസ് ആണ് രമേശ് ചേട്ടന്റെ. അതായത് ആ ജുമൈല എന്ന് പറയുന്ന ഈ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉള്ള കുട്ടിയെ പിന്തുണയ്ക്കുന്ന ആ കുട്ടിയുടെ ഫാദറാണ്. രഹസ്യമായിട്ട് ആ കുട്ടിയെ പിന്തുണയ്ക്കുന്ന ഒരു നല്ല അത്ര മനോഹരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. അല്ല, ക്യാരക്ടർ അത്രത്തിൽ നന്നായിട്ട് ഉൾക്കൊണ്ട് ചെയ്തിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ആശയത്തെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ദിൽഷയുടെ അഭിപ്രായം എന്താണ്? ഈ LGBTQ+ കമ്മ്യൂണിറ്റിയെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ടോ? അതോ ഇപ്പൊ ഒരു കുട്ടിക്ക് ഒരു 14 വയസ്സിനൊക്കെ ശേഷം തിരിച്ചറിയുന്ന പെൺകുട്ടിയുടെ അട്രാക്ഷൻ ഇരിക്കുന്നത് മറ്റു പെൺകുട്ടികളോടാണ് എന്ന് ആ കുട്ടി സ്വയം മനസ്സിലാക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിയോട് ഇതൊക്കെ തെറ്റാണ് മോളെ, ഇതൊക്കെ പ്രകൃതിയുടെ ഒരു വികൃതി മാത്രമാണ്, ഇത് ഉൾക്കൊള്ളരുതെന്നാണ് പറയുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല. പിന്നെ ഞാൻ ഇന്ന ടീമിനെ നമ്മൾ ചേർത്ത് പിടിക്കണം, ഇന്ന ടീമിനെ അകറ്റി നിർത്തണം, അങ്ങനെ ഒരു ഇതിനോട്, കാരണം അങ്ങനെ ചേർത്ത് പിടിക്കേണ്ട ആളുകളാണോ? നമ്മളെല്ലാവരും ഒരേപോലെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഇന്നൊരു വിഭാഗത്തിനെ അവരെ നമ്മളെല്ലാവരും മാറ്റി നിർത്തുന്നു. ആക്ച്വലി അങ്ങനെ മാറ്റി നിർത്തേണ്ട ആവശ്യമേ ഇല്ല. എല്ലാവരും ദൈവം ഓരോരുത്തരെ സൃഷ്ടിച്ചത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലേ. അപ്പൊ അവരെ സൃഷ്ടിച്ചത് ഇങ്ങനെ ഒരു എന്താ പറയാ, എനിക്കിപ്പോ എനിക്കറിയില്ല, ഇനിയിപ്പോ കുറച്ച് എനിക്കൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു തോന്നലുണ്ടായല്ലോ, അതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഇപ്പത്തെ അവസ്ഥ. അല്ല, ഞാൻ ഇപ്പത്തെ സമൂഹം അങ്ങനെയാണ് അതാ ഞാൻ പറയുന്നത്. ഇപ്പത്തെ സമൂഹം നമ്മളോട് അത് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മളെ നാട്ടിൽ ഇപ്പൊ പലരും എനിക്ക് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ആക്ച്വലി. ലെസ്ബിയൻ ആണ്. അപ്പം ഇതുപോലെ ആൾക്ക് വീട്ടിൽ പറയാൻ പേടിയാണ്. എന്നിട്ട് ആള് കല്യാണം കഴിച്ചു വിട്ടു. അത് കഴിഞ്ഞിട്ട് ആൾക്ക് അവിടെ എന്തായാലും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഡിവോഴ്സ് ആയി തിരിച്ചു വന്നു. പക്ഷെ സ്റ്റിൽ ആൾക്ക് ഇതിനെക്കുറിച്ച് വീട്ടില് ഇതുവരെ പ്രസന്റ് ചെയ്തിട്ടില്ല. കാരണം പേടിയാണ്, അമ്മ എങ്ങനെ അതിനെ സ്വീകരിക്കും, അല്ല അമ്മ അതിനെ എതിർക്കുവോ, അമ്മയ്ക്ക് പിന്നെ എന്നോടുള്ള ഇഷ്ടം കുറയോ, അങ്ങനെയുള്ള ടെൻഷനും പേടിയൊക്കെ ആൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്. അപ്പം അവർക്ക് അങ്ങനെ ഒരു തോട്ട് വരാനുള്ള കാരണം എന്താ? കാരണം അവര് കണ്ടുവരുന്നത് അങ്ങനെയാണ്, ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നതും ഇങ്ങനെ അവരെ വേറെ രീതിയിൽ കാണുന്നതൊക്കെ ആയിരിക്കും മേ ബി അവർക്ക് അങ്ങനെ ഒരു തോട്ട് വരാനുള്ള കാരണം. മിക്കതും അങ്ങനെ ഉണ്ടാവാതിരിക്കാം, കാരണം എല്ലാരും മനുഷ്യരല്ലേ. ചോദിക്കുന്നതല്ല, ഇപ്പൊ ദിൽഷ ഒരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കാൻ ഉള്ള ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള കാര്യം കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നിങ്ങളെ പോലുള്ള ആളുകളോട് ഈ ലഹരി പദാർത്ഥങ്ങളൊന്നും എൻഡോസ് ചെയ്യരുത് എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതൊക്കെ അതുകൊണ്ടാണല്ലോ. ഒരു കൾട്ട് ഫോളോയിങ് ഉണ്ടല്ലോ എല്ലാ കാലത്തും ദിൽഷയ്ക്ക്. അപ്പം ദിൽഷ പറയുകയാണ്, ഒരു ആണിനും പ്രണയം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു പെണ്ണിനും പ്രണയം ഉണ്ടാവുന്നത്, ഒരു ആണിനും പെണ്ണിനും പ്രണയം ഉണ്ടാവുന്നത് വളരെ നോർമൽ ആണെന്ന് പറയുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കില്ലേ നമ്മുടെ സമൂഹത്തെ പ്രോഗ്രസീവ് നേച്ചറിലേക്ക് കൊണ്ടുവരുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഒരു പെണ്ണിനോട് ഇഷ്ടാവുക, അല്ലെങ്കിൽ ഒരു ആണിനോട് ഇഷ്ടാവുക എന്നൊക്കെ പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ജീവിക്കട്ടെ, അത്രേ ഉള്ളൂ.